തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായി. ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതിനെ തുടർന്നാണ് അസാധുവായത്. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കായിരുന്നു വോട്ടെടുപ്പ്. ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ക്വാറം തികയാത്തത് മൂലം വെള്ളിയാഴ്ചയും തെരഞ്ഞെടുപ്പ് തുടരും. സഫാൻ വി പി ഉണ്ട്. സഫാൻ, മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ അവസാനിപ്പിച്ചത്. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. BJP അവരുടെ മേയർ സ്ഥാനാർത്ഥിയൊക്കെയായി അവതരിപ്പിച്ച അതിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ കനക്കുന്നതിനിടയിലാണ് ഈ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായത്. അവർ കൂടി അംഗമായ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അവരെ നേരത്തെ തന്നെ വനിതാ സംവരണത്തിൻ്റെ ആനുകൂല്യത്തിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വോട്ടെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് അവരുടെ വോട്ട് അസാധുവാകുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായി വോട്ട് ചെയ്യുകയും ചെയ്തു. ഇതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ CPM-ന്റെ മുതിർന്ന നേതാവായ RP ശിവജിയുടെ ഒരു വോട്ടും ഇത്തരത്തിൽ ഒരു അസാധുവായ ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന വിവരം അനുസരിച്ച് കോർപ്പറേഷനിലെ ഇന്നത്തെ വോട്ടിംഗ് പ്രോസസ്സ് പൂർത്തിയായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നാളെയും വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്, വോട്ട് തുടരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് അവിടുന്ന് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കാരണം പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ക്വാറം തികയാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേരത്തെ ഈ മേയറാകാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ BJP ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ഒരു അതൃപ്തിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് അവരെ വനിതാ സംവരണത്തിന്റെ ഭാഗമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ തെരഞ്ഞെടുപ്പിൽ, നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് അസാധുവായൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്ത് വരാനേ ഇരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടുണ്ട്. നാളെയും ഈ ക്വാറം തികയാത്തതുമായി ബന്ധപ്പെട്ടുള്ള ചില സാഹചര്യത്തിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജീന. ശരി സഫാൻ.